വട്ടം മാത്രം കാണുന്നവർ, ഇത്തിരി വട്ടം ചിന്തിക്കുന്നവർ, മൂവടി മണ്ണിനിരന്ന് കവർന്ന് വധിച്ചു നശിപ്പൂരല്പസുഖത്തിൽ പാവ കളിച്ചത് തല്ലിയുടച്ചു കരഞ്ഞു മയങ്ങി ഉറങ്ങിയിടുന്നു. സൽഗുണമഹിമ ചവിട്ടി അമർത്തി വസുന്ധരയൊക്കെ അസുന്ദരമാക്കി സ്വർഗപഥത്തിൽ നയിപ്പാൻ അന്ധവിരക്തിയെ നിന്ന് വിളിച്ചിടുന്നു എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ അധോമുഖ വാമനരാണ്, ഇത്തിരി വട്ടം മാത്രം കാണുന്നവർ, ഇത്തിരി വട്ടം ചിന്തിക്കുന്നവരാണ്. മൂവടി മണ്ണിൽ ഇരന്ന് കവർന്ന് വധിച്ച് നശിപ്പൂരല്പസുഖത്തിൽ പാവ കളിച്ചത് തല്ലി ഉടച്ച് കരഞ്ഞ് മയങ്ങി ഉറങ്ങിയിടുന്നവരാണ്. സ്വർഗപഥത്തിൽ സൽഗുണമഹിമ ചവിട്ടി അമർത്തി വസുന്ധരയൊക്കെ അസുന്ദരമാക്കി സ്വർഗപഥത്തിൽ നയിപ്പാൻ അന്ധ വിരക്തിയെ നിന്ന് വിളിച്ചിടുന്നവർ എന്ന് പറയും. വിരക്തി എന്നുള്ള വാക്കിന് വെറുപ്പ് എന്ന, അതാണ് യഥാർത്ഥം. നമ്മൾ ഈ വിളിച്ചു വരുത്തുന്ന ഈ വെറുപ്പിന്റെ കാലത്ത് വെളുപ്പിനെ വിളിച്ചു വരുത്തുന്ന വെളുപ്പാണ് നമുക്ക് കാര്യം. നമ്മൾ അധോമുഖ വാമനരാണ് എന്നാണ് പറയുന്നത്. അത് തന്നെ ഉയരം കുറഞ്ഞ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഉയർന്ന കാഴ്ചകളൊന്നും കാണാൻ പറ്റാതെ, ഇത് മാവേലിയുടെ നാടും മാവേലിക്ക് വിരുദ്ധനായിട്ട് വാമനന്മാരുടെ കാലത്ത് വാമനനെ കുറിച്ച്, അതാണ് മഹാബലിക്കെതിരെ വാമനനെ ഉയർത്തി കാണിക്കുന്ന ഒരു സംസ്കാരം, അതിൻ്റെ ഒരു സാംസ്കാരിക പദ്ധതി, അതിനൊരു സാംസ്കാരിക സംഘടനാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കെല്ലാം. ആ വാമനത്വത്തെ നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് ഇതുപോലുള്ളൊരു നോവലിന് സാങ്കത്യം ഉണ്ടാകുന്നത്. ഈ നോവൽ ഞാൻ വായിച്ചു പോകും പല സമയത്തും എന്നെ പോലുള്ളൊരു വായനക്കാരന്, ഞാനൊരു വലിയ വായനക്കാരനല്ല കേട്ടോ, കാരണം എൻ്റെ മേഖല ചിത്രശില്പകലകളെ കുറിച്ചൊക്കെയാണ്. സാഹിത്യം വായന വളരെ അപൂർവമായിട്ട് ഇപ്പായിട്ടേ ഉള്ളൂ. എങ്കിൽ പോലും വായിക്കുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത് 1984 പോലുള്ള ജോർജ് ഓർവെലിന്റെ കൃതികളാണ്. അപ്പൊ ഈ നോവലിന്റെ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക സംവിധാന ക്രമത്തിൽ, രാഷ്ട്രീയ സംവിധാന ക്രമത്തിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള ധാരണകളോട് കൂടി ഒരേ സമയത്ത് നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ചും, ജസ്റ്റ് ലോഹിയെ കുറിച്ചാണ് പറയുന്നത്, സ്റ്റാൻ സ്വാമിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് വളരെ കൃത്യമായ ആൾക്കാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാവുന്ന, നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്. ഒരു പത്രപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓർത്തെടുക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്തില്ലേ എന്നെല്ലാം സംശയിക്കാം. അതുകൊണ്ട് തന്നെ ഇത് നോവൽ വളരെ പ്രത്യക്ഷമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി എഴുതിയിരിക്കുന്ന ഒന്നാണെന്ന് വേണമെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താം. ഇതെല്ലാം ചെയ്യുമ്പോഴും ഇതിനകത്തുള്ള പല പ്രശ്നങ്ങളുണ്ട്. ഈ നോവലിന്റെ ഏറ്റവും രസകരമായ ഭാഗം എന്ന് വെച്ചാൽ, ഇതെല്ലാം ഉള്ളപ്പോഴും ഇതിനകത്ത് മനുഷ്യ ജീവിതത്തിന്റെ, മനുഷ്യ മനസ്സിന്റെ പല കാര്യങ്ങളെ കുറിച്ചും കടന്നു പോകുന്ന ഒരുപാട് അധ്യായങ്ങൾ, അത് നമ്മളെ ശരിക്കും, ഈ നോവൽ ഏറ്റവും ഭംഗിയായിട്ടുള്ള കാര്യം അതാണ്. മറ്റെല്ലാം ഇൻഫർമേഷൻ കടന്നു വരുന്നതാണ്. അതേ സമയത്ത് ഞാൻ നേരെ തിരിച്ചാലോചിച്ചു, എൻ്റെ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് സെറ്റ് കൊണ്ട് ഞാൻ ഈ നോവലിനെ ഇങ്ങനെ സമീപിച്ചപ്പോൾ പിന്നീട് ആലോചിച്ചു, ഞാനിന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാനിന്ന് തിരിച്ചറിയുന്ന ഈ രാഷ്ട്രീയ പ്രവണതകളെ, ഈ രാഷ്ട്രീയ രീതികളെ എല്ലാം നമ്മൾ ഓർമ്മിക്കുന്നു, നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ നോവല് ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്. ഇതൊരു 40 കൊല്ലം കഴിഞ്ഞു, ഒരു 50 കൊല്ലം കഴിഞ്ഞു, ഈ ചരിത്രത്തെ കുറിച്ചൊന്നും അറിയാത്ത മനുഷ്യർ വായിക്കുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുന്നത്? അപ്പൊ അത്